സലീം, ഇപ്പോൾ ഈ DCC ഓഫീസിന് മുന്നിൽ നിന്ന് പ്രവർത്തകരൊക്കെ പിരിഞ്ഞു പോകുന്ന കാഴ്ച, അത് എന്ത് ധാരണയുടെ അടിസ്ഥാനത്തിലാണ്? അല്ലമീൻ പറയുന്നുണ്ട് ചില ധാരണകളിലേക്ക് അവർ എത്തിച്ചേരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്നത്. സലീം മാലിക്കിന് അതിന് കൂടുതൽ വിവരങ്ങളുണ്ടോ? അനുജ, ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അലമീൻ പറഞ്ഞതുപോലെ തന്നെ പോലീസിന്റെ ആവശ്യം മൂന്ന് പ്രവർത്തകർ പോലീസ് ആദ്യഘട്ടം മുതൽ അറസ്റ്റ് ചെയ്ത് നേരത്തെ കൊണ്ടുപോയ രണ്ട് പ്രവർത്തകനെയും മറ്റൊരു പ്രവർത്തകനെയും അങ്ങനെ മൂന്ന് പ്രവർത്തകനെ വേണം എന്നുള്ളതാണ് പോലീസിന്റെ ആവശ്യം. അതിന് ഏതു നിലയിലാണ് അതിനോട് എന്നറിയില്ല. പക്ഷേ എന്തായാലും ഒരു ധാരണ ഇരു കൂട്ടരും തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു. കാരണം ഈ പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുകയല്ല, പകരം എല്ലാ പ്രവർത്തകരും DCC ഓഫീസിന് മുൻപിൽ അകത്തേക്ക് കയറുകയാണ്. അതിനുശേഷം എല്ലാ പ്രവർത്തകരും DCC ഓഫീസിന് അകത്തേക്ക് കയറിയതിനു ശേഷം പോലീസ് നിന്ന് മടങ്ങും. അതിനുശേഷം ഈ പ്രവർത്തകരെ നൽകാം എന്നുള്ളതാണ് ഈ ധാരണ എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ രണ്ടു കൂട്ടർക്കും വലിയ തരത്തിൽ ഇനി കൂടുതൽ ഒരു സംഘർഷ സാധ്യതയിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ വലിയ സംഘർഷങ്ങളിലേക്ക് പോകാതെ തന്നെ ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ധാരണ, ആ ധാരണയ്ക്ക് നേതൃത്വം കൂടി വഴങ്ങുകയും ചെയ്യുന്നത്. നിലവിൽ വലിയ നിലയിലൊരു സമരത്തിന് ഏറ്റവും ഒടുവിൽ ഒരു അവസാനമാകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേതാക്കന്മാർ മാത്രമാണ് ഇപ്പോൾ പുറത്തുള്ളത്. നമുക്ക് കാണാൻ കഴിയും പോലീസിന്റെ ഒരു വലിയ നിരയും ഒപ്പം തന്നെ പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കളും മാത്രമാണ് പുറത്തുള്ളത്. യൂത്ത് കോൺഗ്രസിന്റെ മുഴുവൻ പ്രവർത്തകരെയും DCC ഓഫീസിന്റെ ഗേറ്റിനകത്തേക്ക് അവർ കയറ്റിയിട്ടുണ്ട്. ഈ ധാരണ പ്രകാരമായിരിക്കും ഇനി പോലീസിന്റെയും നീക്കം. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും നിലയിലൊരു പ്രവർത്തകരെങ്കിലും അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അത് വലിയ തരത്തിൽ നാണക്കേടുണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. കാരണം പോലീസ് ഇത്രയും നിസ്സഹായരായി നോക്കി നിൽക്കേണ്ട ഒരു സാഹചര്യം ഇതിന് മുൻപുണ്ടായിട്ടില്ല. ഏതായാലും ആ ധാരണ കൂടുതൽ ഉറപ്പിക്കുന്നതിനായി ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കൾ DCC ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോലീസിന്റെ അരികിലേക്ക് എത്തിയിട്ടുണ്ട്. ഷാഫി പറമ്പിൽ MLA പോലീസുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമാണ്, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മറ്റാരുമില്ല, ഈ പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമാണ് ഇപ്പോൾ പോലീസുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അതിനുശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ തീരുമാനം എന്തായാലും ഇരു കൂട്ടരും ഇനി കൂടുതൽ പ്രകോപനങ്ങളിലേക്കില്ല എന്ന നിലയിലാകാനാണ് സാധ്യത. കാരണം ഈ നേരത്തെ തന്നെ നമ്മൾ ഈ കഴിഞ്ഞ 3-4 മണിക്കൂറിലധികമായി കാണുന്ന ഒരു സംഘർഷ നാടകീയമായ രംഗങ്ങൾ, അതിൽ ഇരു കൂട്ടർക്കും പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും സാധാരണഗതിയിൽ നിന്ന് പോലീസിന് കുറച്ചധികം പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ നിലയിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായും അവർക്ക് വലിയ തരത്തിലുള്ള നാണക്കേടില്ലാതെ മടങ്ങണമെങ്കിൽ ഈ പ്രവർത്തകരിൽ, ഈ പ്രകോപനം ഉണ്ടാക്കിയ വാഹനം അടിച്ചു തകർത്ത പ്രവർത്തകരിൽ ആരെങ്കിലുമൊക്കെ അറസ്റ്റ് ചെയ്യണം. അതിൽ പ്രധാനമായും പോലീസിന്റെ ആവശ്യം സെക്രട്ടേറിയറ്റിൽ ഉണ്ടായ പ്രശ്നമല്ല, അതിനപ്പുറത്തേക്ക് DCC ഓഫീസിന് മുൻപിലേക്ക് രണ്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോൾ ആ പ്രവർത്തകരെ പിടിച്ചിറക്കി മോചിപ്പിച്ച് അതിനുശേഷം ആ പിങ്ക് പോലീസിന്റെ വാഹനം അടിച്ചു തകർത്ത്, അതും കൈകൊണ്ട് തല്ലി തകർക്കുകയായിരുന്നു. ആ വാഹനം അടിച്ചു തകർത്ത പ്രതികളെ വേണം എന്നുള്ളതാണ് പോലീസിന്റെ ആവശ്യം.